അബ്ബാസ് കിരിസ്റ്റോമി എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ആള് ഒരു ഫിലിം മേക്കറാണ്. അപ്പം ആളൊരു ഡോക്യുമെൻ്ററിയിൽ ആൾ പറയുന്നൊരു കോട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ആർട്സ് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ആർട്ടിസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ കം ഫ്രം ഫീലിംഗ് റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കുക ആ പറയുന്നൊരു മൊമെൻറ്റിലാണ് ആ പറയുന്നൊരു ട്രൂ ആർട്ട് എന്താ പറയുക നമുക്കത് കൺവേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നൊരു ഐഡിയ ആൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ലൈഫിൽ ആ ഒരു വേദനകളോ അല്ലെങ്കിൽ ആ പറയുന്നൊരു എക്സ്പീരിയൻസോ നമ്മൾ എടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ആ ഒരു ഈ പറയുന്നൊരു ഫീലിങ്സ് എന്താ കൺവേ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ജാഫർ പനായി എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു ഫിലിം മേക്കറാണ്. അപ്പോൾ ആളെ ആ പറയുന്ന ഒരു കൺട്രി തന്നെ ആളെ ബാൻ ചെയ്തിട്ടും ആൾ ആ ഒരു പർട്ടിക്കുലറായിട്ട് ആളുടെ ഒരു കാറിലോ അല്ലെങ്കിൽ ആ ഒരു റൂമിലോ അല്ലെങ്കിൽ ആൾക്ക് കേപ്പബിൾ ആയിട്ടുള്ള ഓരോ സ്പേസിലും ആൾ ആ പറയുന്നൊരു എന്താ പറയുക ആ ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്തു. ആ പറയുന്ന ഒരു ആർട്ട് ഈ പറയുന്ന തന്നെ ആ ഒരു പ്രോസസ്സ് മേ ബി ആ പുള്ളീനെ ഹീൽ ചെയ്തിരിക്കാം, മേ ബി അത് റീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എത്തിച്ചേർന്നിട്ട് ആസ് എ ഓഡിയനായിട്ട് നമ്മളെ അത് ഹീൽ ചെയ്തിരിക്കാം എന്ന് പറയുന്നതാണ് ആ പറയുന്ന ഒരു ആർട്ട് എന്ന് പറയുന്നത് തന്നെ. നമ്മൾ എത്രത്തോളം ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ആണെങ്കിലും ശരി, അതിൻ്റെ വരുന്ന ആ ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും ശരി, ആ പറയുന്ന സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ അത് ഹീൽ ചെയ്യും. അതുപോലെ തന്നെ ഓഡിയനായിട്ടുള്ള ഓരോ വ്യക്തികളിലും ചേഞ്ച് ഉണ്ടാകും അല്ലെങ്കിൽ അതിലൊരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. റീസെൻറ്റ് ടൈമിൽ കാർത്തിക് നേത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ലിറിക്സ് റൈറ്ററാണ്. അപ്പം പുള്ളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ഭയങ്കര ആൽക്കഹോളിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഒരു ടൈമിൽ. അപ്പോൾ അതിനുശേഷം 96 എന്ന് പറയുന്ന ഒരു ഫിലിമിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡയറക്ടർ പ്രേം എന്ന് പറയുന്ന ഒരു വ്യക്തി ആളെ പോയി മീറ്റ് ചെയ്യും. ആൾക്ക് എന്താ പറയുക ഒരു പാട്ട് വേണം, അപ്പം നിങ്ങൾ വേണം അത് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നൊരു ഐഡിയ ആളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പറയുന്നൊരു സിറ്റുവേഷനിൽ ആളൊരു ആൽക്കഹോളിക്കായിട്ടും അല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആളൊരു അൺകംഫർട്ടബിൾ ആയിട്ടും അല്ലെങ്കിൽ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു എന്നും ആൾ പറയുന്നുണ്ട്. എന്ന് പറയുന്നത് തന്നെ അതിനുശേഷം ആ പറയുന്ന ഒരു ആർട്ട് അല്ലെങ്കിൽ ആ ലൈഫ് ഓഫ് റാം എന്ന് പറയുന്നൊരു ആർട്ട് ഫോം അല്ലെങ്കിൽ ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ പറയുന്നൊരു സോങ് തന്നെയാണ് ആളെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവന്നതെന്ന് ആളൊരു ഇൻ്റർവ്യൂവിൽ മെൻഷൻ ചെയ്തത്. എന്ന് പറയുന്നത് തന്നെ ആൾ ക്രിയേറ്റ് ചെയ്തൊരു പാട്ട്, അതുപോലെ തന്നെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കേട്ടിട്ട് ആളുടെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ആളൊരു പാട്ടായിരുന്നു ആൾക്കൊരു എന്താ പറയുക ഒരു കാംനെസ് കൊടുത്ത് അല്ലെങ്കിൽ ആൾക്കൊരു ലൈഫിലൊരു മോട്ടീവ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു ആർട്ട് അല്ലെങ്കിൽ ആ പറയുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് എത്രത്തോളം നമ്മളൊരു അൺകംഫർട്ടബിൾ ആണെങ്കിലും ആ ഒരു പ്രോസസ്സിൽ നമ്മൾ കംപ്ലീറ്റഡ് ആകുമ്പം നമുക്കതിലൊരു ഹീലിംഗ് ഉണ്ടാകുന്നുണ്ട് എന്ന് കൊടുക്കുന്നുണ്ട്. വാങ്കോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പെയിൻറ്ററായിരുന്നു. അപ്പോൾ ആ ഒരു വ്യക്തി ഈ പറയുന്ന പോലെ തന്നെ ആൾക്കൊരു മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരു ടൈമിൽ ആൾ ലോട്ട്സ് ഓഫ് പെയിൻറ്റിങ്സ് ക്രിയേറ്റ് ചെയ്തു. അതിനെല്ലാം ശേഷം ഇൻഫർമേഷൻ എടുക്കുന്നുണ്ട്, ഇൻസ്പയർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക അത്രത്തോളം അറ്റൻഷൻ കിട്ടുന്നൊരു ആർട്ടിസ്റ്റുമാണ് ആ ഒരു വർക്കുമാണ്. എന്നാൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിനെ ആളൊരു അൺകംഫർട്ടബിൾ ആണെങ്കിലും ശരി, ആളൊരു വയസ്സാനുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ശരി, ഒരേ രീതിയിൽ ഈ പറയുന്ന ഒരു രണ്ട് വ്യക്തികളെയും എന്താ പറയുക ഒരു ഹീലിംഗ് പ്രോസസ്സിലോട്ട് കൊണ്ടുവരികയും അവരെ രണ്ടുപേർക്കും ഒരു ലൈഫിൽ ഒരു ഹോപ്പ് കൊടുക്കുന്നതാണ്.